അപ്പം നമ്മളിപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എടവക്കൂറുകാരുടെ ഈ പുതുവത്സര ഫലങ്ങളെക്കുറിച്ച് ആണ്. അപ്പോൾ എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർത്തിക മുക്കാല്, രോഹിണി, അതുപോലെ മകയിരം പകുതി, മകയിരം അര വിഭാഗത്തെ കുറിച്ചിട്ടുള്ളതാണ്. ഈ ഫലങ്ങളെല്ലാം വ്യാഴം, ശനി, രാശി, സർപ്പം, വ്യാഴം, ശനി, സർപ്പം തുടങ്ങിയ ഗ്രഹങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഓരോ നക്ഷത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കേണ്ട കാര്യമില്ല. കൂറുകളെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ പൂർണ്ണത കൈവരുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ തവണ കൂറുകളെക്കുറിച്ച് തന്നെ സംസാരിക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാൻ കാരണം. അപ്പോൾ എടവക്കൂറുകാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നല്ല രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് 2025 വർഷമൊക്കെ കഴിഞ്ഞു പോയത്. 11ാം ഭാഗത്ത് ശനി നിൽക്കുന്നു, 2ാം ഭാഗത്ത് വ്യാഴം നിൽക്കുന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിന് വളരെ അനുഗുണമായിട്ടുള്ളൊരു കാലാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒരു വളരെ സുഗമമായ ഒരു രീതി, കുടുംബസമാധാനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് ഈ കൊല്ലം ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം അവർക്കൊരു പരിധി വരെ അവർക്ക് പ്രതികൂലമായിട്ട് ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുനത്തിൽ 2ാം ഭാഗത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യാഴം 3ാം രാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക്, വ്യാഴത്തിൻ്റെ ഉച്ചരാശിയൊക്കെയാണ്, അതുകൊണ്ട് വലിയ കരാറൊന്നും ഉണ്ടാവില്ല. വ്യാഴത്തിന് ബലം വലിയ കാര്യമായിട്ടൊന്നും കുറയാനില്ല. എന്നാലും 3ലേക്ക് വ്യാഴം പോന്നു. 3ൽ വ്യാഴം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നൊരു പ്രയോഗമുണ്ട്. അത് പ്രാസോപ്പിച്ചു പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനൊന്നും അത്ര വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ കൊല്ലം ചന്ദ്രാൽ 3ാമിടത്തും 4ാമിടത്തുമായിട്ടാണ് വ്യാഴത്തിൻ്റെ ഗതി. അപ്പോൾ 3ാമത്തെ വ്യാഴത്തിനെ കുറിച്ച് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോ കൂടിയൊക്കെ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ചെറിയൊരു പ്രതികൂലാവസ്ഥ, കലഹ സ്വഭാവം, സാമ്പത്തിക പ്രതിസന്ധികൾ ചെറിയ രീതിയിലൊക്കെ, അതേമാതിരി കുടുംബത്തിൽ ചെറിയ സമാധാനക്കുറവ്, മക്കള്, ഭാര്യ, ഇങ്ങനത്തെ ഉള്ള കാര്യം, പ്രത്യേകിച്ച് മക്കള്, അവരൊക്കെ ആയിട്ട് ചില അനൈക്യത്തിൻ്റെ ഒക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ 10ാം മാസത്തോടെ ഈ വ്യാഴം 3ലേക്ക് വന്നേക്കുന്നു ചർക്കേടൊന്നുമില്ല. 10ാം മാസത്തോടു കൂടി വ്യാഴം 4ാം ഭാഗത്തേക്ക്, ചന്ദ്രൻ 4ലേക്ക് അതിചാരം വഴി ചിങ്ങം രാശിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ 3ലുണ്ടാക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെതായിട്ടുള്ള ചെറിയ പരിക്കുകളൊക്കെ 4ാം ഭാഗത്തേക്ക് മാറുമ്പോൾ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കും. അതിനുശേഷം വീണ്ടും 2027 ജനുവരി അവസാനത്തോടെ വ്യാഴം വീണ്ടും കർക്കിടകത്തിലേക്ക് വക്രഗതി പ്രാപിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടവക്കൂറുകാർക്ക് 3ലും 4ലുമായിട്ട് ഈ വർഷം നടക്കുകയാണ്. അപ്പോൾ ആരംഭകാലത്ത് കുറച്ച് വിഷമമുണ്ട്. അതിനോടൊപ്പം തന്നെ അവസാന കാലമാകുമ്പോഴത്തേക്കും വ്യാഴം 4ാം ഭാഗത്തേക്ക് തന്നെ വന്ന് ചേരുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ വലിയ തട്ടുകേടൊക്കെ വരാതെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ വ്യാഴം മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ പുതുവത്സര കാലഘട്ടത്തിൽ വേറെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിലുള്ള പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2027 6ാം മാസത്തോടെ, ജൂൺ മാസത്തോടുകൂടി സൗരയൂഥത്തിൽ ശനിക്കും രാശിമാറ്റം സംഭവിക്കുകയാണ്. ശനിയുടേതായിട്ടുള്ള ഈ രാശിമാറ്റമാണ് സത്യം പറഞ്ഞ എടവക്കൂറുകാർക്ക് കൂടുതൽ പ്രശ്നമായിട്ട് ഭവിക്കാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു സംഗതി. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ 2-2.5 വർഷമായിട്ട് 11ാം ഭാഗത്ത് സർവാർത്ഥ ലാഭപ്രദനായിട്ട് നിന്ന ശനി 2027 ജൂൺ മാസത്തോടുകൂടി 12ാം ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ 7ര ശനി എന്ന് പറഞ്ഞൊരു സംഭവം വരികയാണ്. 7ര ശനി എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും, ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. 7ര ശനി എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ശകലം കുറച്ചൊക്കെ ദുരിതം തരുന്നൊരു സമയമാണ്. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 12ാം രാശിയിൽ 2.5 കൊല്ലം, ചന്ദ്രരാശിയിൽ 2.5 കൊല്ലം, ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ പിറ്റേ രാശിയിൽ 2.5 കൊല്ലം. അങ്ങനെ 7 ശനി എന്ന് പറയും. 7 ശനി, കണ്ടക ശനിയും 7 ശനി, അഷ്ടമ ശനി, ഇതെല്ലാം
മനുഷ്യ ജീവിതത്തിൽ വളരെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. അതിൽ തന്നെ ഏഴരശനിക്കാലമാണ് ഈ ശനിയുടെ പ്രഹേളികകളിലേക്ക് ഏറ്റവും കൂടുതലുള്ള കാര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഏഴരശനി സംഭവിക്കുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലോ, മടി, അലസത, ക്ഷീണം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കാലിൻ്റെ മുട്ട്, അതേമാതിരി കാൽപാദങ്ങൾ, അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ വേദന, പരിക്കുകൾ, വിഷമങ്ങൾ, എന്ത് കാര്യത്തിനും ആയിട്ടുള്ള തീരുമാനം, ഇന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള പ്രവണത, എത്ര നന്നായിട്ട് ഒക്കെ ഉറപ്പുള്ള കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ പോലും നെഗറ്റീവ് തിങ്കിങ്സ്, ഓവർ തിങ്കിങ്സ്, മറ്റുള്ളവരോട് സംശയം, അതേമാതിരി ഭയം. ഈ ശനിക്കൊരു പ്രത്യേകതയും കൊണ്ട് മാറുമ്പോൾ, ഈ ശനി നമുക്ക് ഏഴരശനിയായിട്ട് നമ്മുടെ ചന്ദ്രാൽ 12ലേക്ക് വന്ന രാശി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടം രാശിയാണ്, ശനിയുടെ നീചരാശിയും കൂടിയാണ്. അപ്പോൾ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യും. ശനിയുടെ എന്ന് മാത്രമല്ല, ഗ്രഹങ്ങൾ നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഗ്രഹങ്ങളിൽ നിന്ന് പ്രശ്നം ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഗ്രഹബലം കുറയുമ്പോഴാണ്, ഗ്രഹങ്ങളുടെ ബലക്കുറവാണ്. മേടൻ രാശി എന്ന് പറഞ്ഞത് ശനിയുടെ നീചരാശി ആയതിനാൽ, മേടൻ രാശി എന്ന് പറഞ്ഞ രാശി ശനിയുടെ നീചരാശി ആയതിനാൽ ഗുണഫലങ്ങൾക്ക് ശക്തി കൂടും. നീചത്തിലേക്ക് ശനി പ്രവേശിക്കുമ്പോൾ ആ പ്രവേശനം ഏഴരശനി, കണ്ടകശനി അതുപോലുള്ള പ്രഹേളികകളെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഉപദ്രവം എന്ന് വെച്ചാൽ മരണഭയം എന്നുള്ളതാണ്. തനിക്കോ തനിക്ക് വളരെ വേണ്ടപ്പെട്ടവർക്കോ മരണത്തിന് കാരണം ഉണ്ടാവുക, അല്ലെങ്കിൽ ദുർമരണത്തിൻ്റെ വാർത്തകൾ കേട്ട് മനസ്സ് വിഷമിക്കാനിട വരിക, അതുപോലുള്ള കാര്യങ്ങളാണ്. ജ്വരം എന്നുവെച്ചാൽ കൂടെ വന്ന പനി, അതുമാതിരി രീതിയിലുള്ള ചില അലർജിറ്റിക് രോഗങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിസാരവൽക്കരിക്കാതെ, ഇപ്പോൾ ചെറിയൊരു പനി കണ്ടു, അതിനെ കാര്യമാക്കിയില്ല, എന്തെങ്കിലും നാടൻ ചികിത്സകളോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വല്ല പാരസെറ്റമോളൊക്കെ മേടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് അധികം ജലദോഷപ്പനി അല്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും നോക്കാതെ, പ്രത്യേകിച്ച് എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ അങ്ങനെയോ കണ്ടില്ലെങ്കിൽ എത്രയും പിടിന്ന് അതിനു വേണ്ടിയുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ കൃത്യമായിട്ട് പോകുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതേമാതിരി ശനിദോഷത്തിനെ പരിഹരിക്കാനായിട്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ പരമശിവൻ, അതേമാതിരി ശാസ്താവ്, അതേമാതിരി ഹനുമാൻ സ്വാമി, ഇതുപോലെയുള്ള ശനീശ്വര മൂർത്തികളെ നമ്മൾ സേവിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. ശനിയാഴ്ച ശിവനെ തൊഴുത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളത് വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ്. സമയവും സാഹചര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളക്ക്, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര ഇത്യാദി കാര്യങ്ങളൊക്കെ ശനിയാഴ്ചകളിൽ, അത് 5 6 അല്ലെങ്കിൽ 2 3 ശനിയാഴ്ചകളിലൊക്കെ ഉറപ്പിച്ച് ചെയ്യുക. ഇത്ര ഒന്നും ചെയ്യാനുള്ള സാവകാശവും ഇല്ലാത്ത ആൾക്കാർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശനിയാഴ്ച തോറും നടത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം സ്ഥിരം ശനി ഞായറിന് നോക്കേണ്ട സ്ഥിരം ജപിക്കണമൊക്കെ വളരെ നല്ലതാണ്. അത്രമാത്രം രൂക്ഷമായിട്ട് ശനിയുടെ ഉപദ്രവങ്ങളെ കാണുകയാണെങ്കിൽ ഹനുമാൻ സ്വാമിയെ സേവിക്കുന്നതും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ഹനുമാൻ ക്ഷേത്രത്തിൽ സന്ദർശിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ വെറ്റിലമാല ചാർത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അടുത്ത് ശാസ്താവിൻ്റെ അമ്പലമാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ എണ്ണുതിരി കത്തിക്കല്, നീരാഞ്ജനം കത്തിക്കല്, അതുപോലെ ശബരിമലയ്ക്ക് മാലയിടല്, ശബരിമല ദർശനം നടത്തുന്നത്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ്. ശനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശനി ഇരുമ്പിൻ്റെ സത്തിനെ, ശരീരത്ത് ഇരുമ്പിൻ്റെ അംശത്തിനെ കുറയ്ക്കും, രക്തോട്ടത്തിന് കുറവ് വരുത്തും. അതുകൊണ്ടൊക്കെ തന്നെയാണ് നേരത്തെ പറഞ്ഞ അലസത, മടി ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ശനിക്ക് ദോഷം വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കുക, സൂര്യന് വെളുപ്പാങ്കാലത്ത് എഴുന്നേൽക്കുക, അതേമാതിരി 3 4 അല്ലെങ്കിൽ 5 6 കിലോമീറ്റർ കയ്യും കാലൊക്കെ വീശി നടക്കാനായിട്ട് നോക്കുക ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ക്ഷേത്രത്തിൽ പോകണ മാതിരി തന്നെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ശരീരത്തിന് വ്യായാമം കൊടുക്കുക, കൃത്യനിഷ്ഠകൾ പാലിക്കുക, രാത്രി നേരത്തെ കിടക്കുക, അതേമാതിരി വെളുപ്പിന് ഉണരുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഏതെങ്കിലും രീതിയിലുള്ള വ്യായാമങ്ങൾ ഒക്കെ ശീലിക്കുന്നത് ഇങ്ങനത്തുള്ള കാലത്ത് വളരെ നല്ലതാണ്. മാനസികപരമായിട്ടുള്ള സമ്മർദ്ദത്തിന് യോഗ, അതുപോലെ പ്രാണായാമം പോലുള്ള കാര്യങ്ങളൊക്കെ പരിശീലിക്കുന്നതും
എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെക്കാൾ വിവരമുള്ളവരിൽ നിന്ന് ഉപദേശങ്ങളെ സ്വീകരിക്കുന്നത്, ഗുരുപദേശങ്ങളെ സ്വീകരിക്കുന്നതിനെയൊക്കെ പറ്റി ജ്യോതിഷം പറഞ്ഞിട്ടുണ്ട്. ഉത്തമനായിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളൊരു സാഹചര്യത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വിഷമസ്ഥിതി പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടിക്കയറി നമ്മൾ തന്നെ ഒരു തീരുമാനം എടുക്കാതെ നമുക്ക് വിശ്വാസമുള്ളവരും അനുഭവപരിചയമുള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഈ ഒരു തീരുമാനവും ഒരു അഭിപ്രായമൊക്കെ ചോദിക്കുന്നതും ശനിദശാകാലത്ത് അല്ലെങ്കിൽ ശനിയുടെ ദോഷകാലങ്ങളിൽ പ്രത്യേകിച്ച് തലനരച്ച ആൾക്കാർ എന്നുള്ള രീതിയിൽ കുറച്ച് പ്രായമൊക്കെ ആൾക്കാരിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നതും വളരെ നല്ലതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇടവക്കൂറുകാർക്ക് എന്ന് മാത്രമല്ല എല്ലാ കൂറുകാർക്കും ഈ കൊല്ലമല്ല 2027 ഡിസംബറോടുകൂടി രാഹുവും രാശി മാറുന്ന ഒരു കാലമാണ്. അങ്ങനെ രാഹു രാശി മാറുമ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 1, 2, 3, 4, 5, 6, 7, 8 ഒൻപതാം ഭാഗത്തേക്ക് സർപ്പം വന്നൊരു സമയമാണ്. അപ്പോൾ ഈ 9ാം ഭാഗത്തേക്ക് സർപ്പം വരുമ്പോൾ ഈ ശനിയുടേതായിട്ടുള്ള പല രീതിയിലുള്ള ദോഷങ്ങളെ ഒക്കെ കുറയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഭാഗ്യസ്ഥാനത്തേക്കാണ് സർപ്പത്തിൻ്റെ വരവ്. അപ്പോൾ 9ാം ഭാഗത്തേക്ക് ഇടവക്കൂറുകാർക്ക് 9ാം ഭാഗത്തേക്കുള്ള രാഹുവിൻ്റെ മാറ്റം ഒരു പരിധി വരെ ശനിയുടെ ദോഷങ്ങളിൽ തന്നെ വളരെ കുറവൊക്കെ വരുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതും ശനിയാഴ്ച ദിവസങ്ങളിൽ സർപ്പത്തിനെ തൊഴുന്നതും വച്ചുനേദ്യം എന്ന് ചില സ്ഥലത്ത് പറയും, ചില സ്ഥലത്ത് രാഹു പൂജ എന്ന് പറയും. അതുപോലെ 100 പാലും കൊടുക്കുക. അതുപോലെ തനിക്ക് ശക്തിക്ക് അനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തി രാഹു പ്രീതി വരുത്തുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് പൊതുവെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഈ സംവത്സര ഫലത്തിൽ കുറേയൊക്കെ ഗുണഫലങ്ങളും കുറേ അധികം ദോഷഫലങ്ങളുമാണ്. ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുമ്പോഴും ദോഷഫലങ്ങൾക്കാണ് കൂടുതൽ അനുഭവത്തിൽ കാണാൻ സാധ്യത. അതുകൊണ്ട് വ്യാഴത്തിനെ പ്രീതിപ്പെടുത്താനായിട്ട് വ്യാഴാഴ്ചകളിൽ വിഷ്ണുവിനെ തൊഴുന്നതും, വ്യാഴം സർവേശ്വരകരകനാണ്. ഏത് രീതിയിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പോകുന്നതും വ്യാഴപ്രീതിക്ക് വളരെ ഉത്തമമാണ്. പക്ഷെ വിഷ്ണുവിനെ ഭജിക്കുന്നത് കുറച്ചുകൂടെ ശ്രേഷ്ഠമാണെന്ന് പറയപ്പെടുന്നു. വ്യാഴാഴ്ച ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഒരു നെയ്വിളക്ക് വെച്ച് തൊഴുന്നതും ഭാഗ്യസൂക്താർച്ചന, അതേമാതിരി നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന, പാൽപ്പായസ നേദ്യം ഇത്യാദി വഴിപാടുകൾ നടത്തുന്നത് വ്യാഴപ്രീതിക്ക് നല്ലതാണ്. വിഷ്ണു പൂജ, ഭഗവതി പൂജ, സർപ്പപൂജ, ശൈവപൂജ ഇത്യാദിയുള്ള പല പല ഉപാധികളിലൂടെ വേണ്ടും വിധത്തിൽ വഴിപാടുകളും ഭക്തി കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇപ്പം നിലവിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ഈ കഷ്ടാവസ്ഥയൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാത്തിലും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാതക പരിശോധന നടത്തണം എന്ന്. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശനി, വ്യാഴം, രാഹു ഇവരുടെ മാറ്റങ്ങളൊക്കെ ഏത് രീതിയിൽ സംഭവിച്ചാലും നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയം നമുക്ക് വളരെ നല്ലൊരു സമയമാണെങ്കിൽ, അല്ലെങ്കിൽ ജാതകവശാൽ നമുക്ക് വളരെ നല്ലൊരു സമയമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജാതക പരിശോധന നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. ഏതെങ്കിലും ജ്യോതിഷനെ കൊണ്ട് ജാതകമൊക്കെ പരിശോധിച്ച് അതിനുള്ള പരിഹാരങ്ങളൊക്കെ നടത്തുന്നത് വളരെ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ വേണ്ടതായിട്ടൊരു കാര്യമാണ്. അപ്പോൾ പലരും എന്നെ വിളിക്കുകയും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയോട് ഒപ്പം പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, സമയം, അതുമാതിരി നിങ്ങളുടെ ജില്ല, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചേർക്കുകയാണെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ നമ്മൾ ഇവിടുന്ന് നിർദ്ദേശിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് എന്നോട് സഹകരിക്കണമെന്നും ഇനി മുതൽ നമ്മുടെ ഈ ചാനലിൽ വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വളരെ വേഗത്തിലെത്താൻ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സഹായകരം ആയിരിക്കും എന്നും പ്രത്യേകിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ രാശിക്കാർക്കും പ്രത്യേകിച്ച് ഇടവക്കൂറുകാർക്കും നല്ല രീതിയിലുള്ള ഒരു ഗുണപ്രദമായിട്ടുള്ള പുതുവത്സരം ലഭിക്കണമേ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.